ഏറ്റവും വൈകി കിട്ടുന്ന വാർത്തയനുസരിച്ച് ട്രംപ് കോപാകുലനാണ്. അത് അച്ചായൻ്റെ ഒരു നമ്പറാണോ എന്നറിയില്ല. പക്ഷേ ബെഞ്ചമിൻ നെതന്യാഹുവിനെ വിളിച്ച് തലങ്ങും വിലങ്ങും അങ്ങ് ശാസിച്ചു. നെതന്യാഹുവിനോട് പറഞ്ഞ വേറൊരു കാര്യമുണ്ട്. എടാ, നീയൊക്കെ ഇവിടെ ഇരിക്കുന്നത് എൻ്റെ ദയാദാക്ഷിണ്യത്തിലാണ്, അല്ലെങ്കിൽ തൻ്റെ ജനത തന്നെ പുറത്താക്കുമായിരുന്നു. ട്രംപ് പറയുന്നതിൽ ഒത്തിരി ശരിയുണ്ട് കേട്ടോ. ഈ ലെബനൻ അറ്റാക്ക് തുടരുന്നിടത്തോളം കാലം ഇറാൻ സഹകരിക്കില്ല. അതല്ലേ അതിൻ്റെ രീതി. തൻ്റെ സ്വന്തം കസേര നിലനിർത്താൻ വേണ്ടി താൻ ഈ പത്രപ്പാട് പെടുന്നു. കൂട്ടത്തിൽ എൻ്റെ കസേരയും കൂടെ കൊണ്ടേ താൻ പോകത്തുള്ളൂ എന്നാണ് ട്രംപ് ചോദിക്കുന്നത്. ബെഞ്ചമിൻ നെതന്യാഹുവിന് മനസ്സിലാവുമോ എന്തോ. ഡോക്ടർ മോഹൻ വർഗീസ്, ലെബനൻ തലസ്ഥാനമായ ബെയ്റൂട്ടിന്റെ തെക്കൻ പ്രാന്ത പ്രദേശങ്ങളിൽ ആക്രമണം നടത്തുമെന്ന ഭീഷണി ഇസ്രായേൽ നടപ്പിലാക്കിയാൽ പ്രത്യാഘാതം കഠിനമായിരിക്കുമെന്നാണ് ഇറാന്റെ മുന്നറിയിപ്പ്. ഇസ്രായേൽ സൈന്യം ബെയ്റൂട്ടിൽ ആക്രമണം നടത്തിയാൽ ജനങ്ങൾ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറണമെന്ന് ഇറാന്റെ സെൻട്രൽ മിലിറ്ററി കമാൻഡ് വടക്കൻ ഇസ്രായേലിലെ താമസക്കാർക്ക് നിർദ്ദേശം നൽകിയിട്ടുമുണ്ട്. യുദ്ധകാഹളം മുഴക്കുകയാണോ ഇറാൻ? ഈ കാഹളം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആയുധമാണ്. പണ്ട് ബൈബിളിൽ പറയുമായിരുന്ന കാഹളം മുഴക്കി കോട്ട തകർത്ത ഒരു കഥയുണ്ടല്ലോ. ഈ കാഹളം മുഴകിൽ ഇപ്പോൾ ഈ ഉണ്ടയില്ല വെടിയുടെ രൂപത്തിൽ ചില പ്രസ്താവനകളായും ഉള്ള വെടിയുടെ രൂപത്തിൽ ചില നീക്കങ്ങളായും ഒക്കെ ഈ കാഹളം മുഴങ്ങുന്നുണ്ട് ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന്. ഈ കാഹളമെല്ലാം ഇപ്പോൾ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇറാന് നേരെയല്ല, മറിച്ച് ലെബനന് നേരെയാണ്. ലെബനീസ് തലസ്ഥാനമായ ബെയ്റൂട്ടിൻ്റെ തെക്കൻ പ്രാന്ത പ്രദേശങ്ങളിലാണ് ഹിസ്ബുള്ളയുടെ കേന്ദ്രങ്ങൾ. അപ്പം നമുക്കറിയാമല്ലോ, ഹിസ്ബുള്ള ഒരു ഷിയ ഔട്ട്ഫിറ്റാണ്. ഇറാൻ സഹായിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഇസ്രായേൽ വിരുദ്ധ, അല്ലെങ്കിൽ പാലസ്തീൻ്റെ മോചനത്തിന് ആത്യന്തികമായി സഹായിക്കാൻ വേണ്ടിയുള്ള, അല്ലെങ്കിൽ ഇറാനിയൻ താല്പര്യങ്ങൾ ആ മേഖലയിൽ സംരക്ഷിക്കാനുള്ള ഇറാൻ്റെ പ്രോക്സിയാണ് ഹിസ്ബുള്ള. ഈ ഹിസ്ബുള്ള നിരന്തരമായി ഇസ്രായേലുമായി സംഘർഷത്തിലാണ്. അതുകൊണ്ട് തെക്കൻ ലെബനനിൽ നിന്നുകൊണ്ട്, പ്രത്യേകിച്ചും തെക്കൻ ബെയ്റൂട്ടിൽ ആസ്ഥാനമുള്ള ഹസൻ നസറുള്ള നേതാവായിരുന്ന ഒരു സംഘടന, ഹസൻ നസറുള്ളയൊക്കെ ഈ താവളത്തിൽ ബോംബിട്ട് ബങ്കർ ബസ്റ്റർ ബോംബിലൂടെ കൊന്നു. പേജർ സ്ഫോടനത്തിൽ ഹിസ്ബുള്ളയുടെ ഒരുപാട് നേതാക്കൾ, പ്രവർത്തകർ, അണികൾ എല്ലാം ചാരമായി. ഇതെല്ലാം ഇസ്രായേലിൻ്റെ മിടുക്കാണ് എന്ന് വേണമെങ്കിൽ പറയാം. വിത്തിൻ കൊട്ടേഷൻ മിടുക്ക് ആണ്. ഇപ്പോഴും ആ മിടുക്ക് കാട്ടിക്കൊണ്ടിരിക്കുന്നു നേരിട്ടുള്ള ആക്രമണത്തിലൂടെ. അപ്പോൾ ഇതൊരു തന്ത്രമല്ലേ? ഒരു വശത്ത് ഇറാനും അമേരിക്കയും തമ്മിൽ തകൃതിയായ ചർച്ചകൾ നടക്കുന്നു. ഇണങ്ങിയും പിണങ്ങിയും 14 പ്രപ്പോസൽ, അതിനെതിരെ 9 പ്രപ്പോസൽ ഇങ്ങനെ നടക്കുന്നു. പാകിസ്ഥാൻ മധ്യസ്ഥത വഹിക്കുന്നു, ഖത്തറിൽ സംസാരിക്കുന്നു, രാജ്യത്തലവന്മാർ, ഗൾഫ് രാജ്യങ്ങളുടെ തലവന്മാർ തലങ്ങും സഞ്ചരിക്കുന്നു, ഇറാനെ കോൺഫിഡൻസിൽ എടുക്കാൻ ശ്രമിക്കുന്നു എന്ന് വേണ്ട ഒരു ജഗ പോകാം ഒരു വശത്ത്. മറുവശത്ത് വളരെ സ്മൂത്തായി ഇസ്രായേൽ ഇതിനെ തകിടം മറിക്കുകയാണ് മിസ്റ്റർ ബെഞ്ചമിൻ നെതന്യാഹു. രണ്ടും കൽപ്പിച്ചാണ്. അദ്ദേഹം ബെയ്റൂട്ട് നേരെ നിരന്തരം ആക്രമണമാണ്. വെടിനിർത്തലൊക്കെ ഉണ്ട്. ഹിസ്ബുള്ളയുമായി നേരത്തെ തന്നെ കഴിഞ്ഞ വർഷം തന്നെ ഏർപ്പെട്ട ഒരു വെടിനിർത്തൽ കരാറുണ്ട്. അതൊക്കെ ലംഘിച്ചുകൊണ്ട് നിരന്തരം ഹിസ്ബുള്ള കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം നടത്തുകയാണ്. ഹിസ്ബുള്ളയും വെറുതെ ഇരിക്കുന്നില്ല കേട്ടോ. ഇസ്രായേലിൻ്റെ വടക്കൻ ഭാഗത്തേക്ക് ആക്രമണം അവരും ചെയ്യുന്നു. ആക്രമണം ഉണ്ടായാൽ പ്രത്യാക്രമണം, അതല്ലേ സാമാന്യ നീതി, അത് ചെയ്യുന്നുണ്ട്. ഇപ്പം ഇതിൻ്റെ പിന്നിലെ രീതിശാസ്ത്രം എന്താണ്? ഏറ്റവും വൈകി കിട്ടുന്ന വാർത്തയനുസരിച്ച് ട്രംപ് കോപാകുലനാണ്. അത് അച്ചായൻ്റെ ഒരു നമ്പറാണോ എന്നറിയില്ല. പക്ഷേ ബെഞ്ചമിൻ നെതന്യാഹുവിനെ വിളിച്ച് തലങ്ങും വിലങ്ങും അങ്ങ് ശാസിച്ചു എന്നാണ് പറയുന്നത്. ശാസിച്ചു എന്നത് വളരെ പരിമിതമായ വാക്കാണ് കേട്ടോ. മറ്റൊരു വാക്ക് അവിടെ ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് പറയുന്നതേ ഉള്ളൂ. അസഭ്യ വർഷം നടത്തി എന്നാണ് മാധ്യമ റിപ്പോർട്ടുകൾ. ഫോണിൽ വിളിച്ചാണ്. ഞാനിങ്ങനെ കഷ്ടപ്പെട്ട് ഇറാനുമായി ഒരു സമാധാന കരാറൊക്കെ ഒപ്പിട്ട് നോബൽ സമ്മാനം കഴിഞ്ഞ പ്രാവശ്യത്തേത് വഴുതിപ്പോയി, ഇപ്രാവശ്യത്തേതെങ്കിലും ലഭിക്കാൻ ഇങ്ങനെ നിൽക്കുമ്പം താൻ എവിടുത്തെ ഏത് കോത്താഴത്തെ പണിയാണ് കാട്ടുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ട്രംപ് നെതന്യാഹുവിനെ വിരട്ടിയെന്നാണ് പറയുന്നത്. നെതന്യാഹുവിനോട് പറഞ്ഞ വേറൊരു കാര്യമുണ്ട്. എടാ, നീയൊക്കെ ഇവിടെ ഇരിക്കുന്നത് എൻ്റെ ദയാദാക്ഷിണ്യത്തിലാണ്, അല്ലെങ്കിൽ തൻ്റെ ജനത തന്നെ പുറത്താക്കുമായിരുന്നു. ട്രംപ് പറയുന്നതിൽ ഒത്തിരി ശരിയുണ്ട് കേട്ടോ. വിടുവാ പറയുന്ന ആളാണ് ട്രംപെങ്കിലും ഈ പറയുന്നതിൽ ചെറിയ ന്യായമുണ്ട്. ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ സ്വന്തം പാർട്ടിക്കുള്ളിൽ വേറിട്ട സ്വരങ്ങളുണ്ട്. രാജ്യത്തിൽ ചില അസംതൃപ്തിയുണ്ട് ഇസ്രായേലിനുള്ളിൽ.
ജനാധിപത്യ പ്രക്രിയ ഉണ്ടല്ലോ അവിടെ. അത് മാത്രമല്ല, പ്രതിപക്ഷം അതിശക്തമായി നെതന്യാഹുവിനെതിരെ ഇപ്പോഴും ഒരു വഞ്ചി കരക്ക് അടുപ്പിക്കാൻ കഴിയുന്നില്ല നെതന്യാഹുവിന്. അതിൽ സംഘർഷമുണ്ട്. ഇപ്പോൾ ഹമാസിന്റെ വിഷയത്തിൽ പോലും ഹമാസിനെ പൂർണ്ണമായി ഫിനിഷ് ചെയ്യാൻ കഴിഞ്ഞില്ല. എങ്ങും എത്താതെ പോയിരിക്കുന്നു സമാധാന കരാർ. ഈ പറയുന്ന ലെബനനല്ല, ഹമാസുമായി ഉള്ള വിഷയം, ഗാസ വിഷയം. അപ്പം ഇതിലൊക്കെയുള്ള പ്രതിഷേധമുണ്ട്. അഴിമതി ആരോപണങ്ങൾ ഏറെ കേൾക്കുന്നു. അപ്പം ഇതെല്ലാം നിയമവ്യവസ്ഥയ്ക്കുള്ളിൽ വന്നാൽ ബെഞ്ചമിൻ നെതന്യാഹു അഴിയിലാകും. അപ്പം ട്രംപ് പറഞ്ഞു, ബിബി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ വിളിപ്പേരാണല്ലോ ബിബി, ഒന്ന് അടങ്ങൂ, എന്നെ കുഴപ്പിക്കാതെ. ഞാനാണ് ഇതിൻ്റെ മുഴുവൻ, ലോകം മുഴുവൻ തെറി വിളിക്കുന്നത് എന്നെയാണ്. താനീ ചെയ്യുന്നത് കൊണ്ട് ഞാനാണ് തെറിവിളി കേൾക്കുന്നത് മുഴുവൻ. ഇസ്രയേൽ ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ വല്ലാതെ നിറം കെട്ടിരിക്കുകയാണ്. ട്രംപിൻ്റെ ഭാഷ്യമാണ്. ഇനിയും നിങ്ങളെ ചുമക്കാൻ ഒരുപക്ഷെ ഞാൻ തയ്യാറാവില്ല. ഞാൻ താഴെ വെച്ചിട്ട് ഞാൻ എൻ്റെ പാട്ടിന് പോവും. ഇതൊക്കെ ട്രംപിൻ്റെ പതിവ് നമ്പറുകളാണ്. എങ്കിലും അത് കഴിഞ്ഞ ദിവസവും ഈ നമ്പറൊക്കെ ബെഞ്ചമിൻ നെതന്യാഹുവിന് നേരെ ആവർത്തിച്ചു എന്ന് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ, ന്യൂയോർക്ക് ടൈംസ് ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യുന്നത് ട്രംപിൻ്റെ രൂക്ഷമായ ഒരു റെബ്യൂക്ക് ഉണ്ടായിരുന്നു എന്നാണ് ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ. അത് ഈ വിഷയം കാട്ടിക്കും. ലെബനൻ അറ്റാക്കാണ്. ഈ ലെബനൻ അറ്റാക്ക് തുടരുന്നിടത്തോളം കാലം ഇറാൻ സഹകരിക്കില്ല. അതല്ലേ അതിൻ്റെ രീതി. ഇറാൻ അത് പരസ്യമായിട്ട് പറയുകയും ചെയ്തു. ഇസ്രയേൽ ലെബനനിലെ ഹിസ്ബുള്ള താവളങ്ങൾ ആക്രമിക്കുന്നിടത്തോളം കാലം ഒരു ചർച്ചയുമില്ല. അതൊരു കണ്ടീഷനാണ്. ഇറാൻ അമേരിക്കയ്ക്ക് മുന്നിൽ വയ്ക്കുന്ന ഒരു കണ്ടീഷൻ, ലെബനനിൽ സമാധാനം ഉണ്ടാകണം. ഹിസ്ബുള്ളയ്ക്ക് നേരെ ഇസ്രയേൽ നടത്തുന്ന ആക്രമണം അവസാനിപ്പിക്കണം. അല്ലാതെ അമേരിക്ക ഇറാന് നേരെ നടത്തുന്ന ആക്രമണം അവസാനിപ്പിച്ചാൽ പോരാ, ഹോർമൂസ് തുറന്നാൽ മാത്രം പോരാ, തങ്ങൾക്ക് നേരെയുള്ള ഉപരോധം അവസാനിപ്പിച്ചാൽ പോരാ, ഹമാസിന് നേരെ നിങ്ങൾ ആക്രമണം നടത്തി, ഞങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ. പക്ഷേ ഹിസ്ബുള്ളയ്ക്ക് നേരെ നിങ്ങളിപ്പോൾ ആക്രമണം നടത്തുന്നു, അതിന് ഞങ്ങൾ പറയുന്നു. ചർച്ചയില്ല. അപ്പോൾ ട്രംപിന് ചർച്ചയൊന്ന് റീഓപ്പൺ ചെയ്യണമെങ്കിൽ ഇതൊരു കണ്ടീഷനായി വരികയാണ്. ഇസ്രയേലിൻ്റെ ഭരണകൂടം, ഇസ്രയേൽ ഞാൻ പറയുന്നില്ല, ഇസ്രയേലിൻ്റെ ഇപ്പോഴത്തെ ഭരണകൂടം എങ്ങനെയും ഈ പോസിബിൾ റാപ്രോഷ്മ എന്ന് പറയും ടെക്നിക്കൽ ഭാഷയിൽ, അതായത് പോർച്ചുഗൽ നീക്കുപോക്ക്, പോസിബിൾ അഡ്ജസ്റ്റ്മെൻറ്റ് ബിറ്റ്വീൻ ഇറാൻ ആൻഡ് അമേരിക്ക ഇൻ ദ ഫോം ഓഫ് എ ഡീൽ, ഇത് സാബോട്ടാഷ് ചെയ്യണം, അട്ടിമറിക്കണം. ഇതിനു വേണ്ടിയുള്ള നിരന്തരമായ ശ്രമങ്ങളിലാണ്. ഇത് ബിബി തൻ്റെ കള്ളക്കളി ഞാൻ തിരിച്ചറിയുന്നു. തൻ്റെ കസേറയാണ് തനിക്ക് പ്രിയം. ഇസ്രായേൽ എന്ന രാജ്യമല്ല, തൻ്റെ സ്വന്തം കസേറ നിലനിർത്താൻ വേണ്ടി താനീ പത്രപ്പാട് പെടുന്നു. കൂട്ടത്തിൽ എൻ്റെ കസേരയും കൂടെ കൊണ്ടേ താൻ പോകത്തുള്ളൂ എന്നാണ് ട്രംപ് ചോദിക്കുന്നത്. ബെഞ്ചമിൻ നെതന്യാഹുവിന് മനസ്സിലാവുമോ എന്തോ. സാർ, ഇവിടെ ഇറാൻ യുദ്ധത്തെ സൂക്ഷ്മമായി വിലയിരുത്തുന്ന പ്രതിരോധ വിദഗ്ധരുടെ വിലയിരുത്തൽ പ്രകാരം ഇറാൻ പഴയതിലും ശക്തി പ്രാപിച്ചിരിക്കുകയാണ് എന്നാണ്. അമേരിക്കൻ ഇസ്രായേൽ വ്യോമാക്രമണങ്ങളിൽ തകർന്ന ഭൂഗർഭ മിസൈൽ താവളങ്ങളിൽ ഭൂരിഭാഗവും ഇതിനോടകം ഇറാൻ പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. അന്താരാഷ്ട്ര മാധ്യമമായ CNN ഇക്കാര്യം വ്യക്തമാക്കുന്ന സാറ്റലൈറ്റ് ചിത്രങ്ങൾ പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ട്. ഇതിന് പുറമെ ദ്രുതഗതിയിൽ 10,000-കണക്കിന് ഡ്രോണുകൾ അസംബിൾ ചെയ്തു, മിസൈലുകൾ തയ്യാറാക്കി, റഷ്യയിൽ നിന്നും ചൈനയിൽ നിന്നൊക്കെ ആയുധങ്ങൾ എത്തിച്ചു എന്നൊക്കെയാണ് പ്രതിരോധ വിദഗ്ധർ വിലയിരുത്തുന്നത്. യുദ്ധമില്ലാതിരുന്ന 1.5 മാസം കൊണ്ട് ഇറാൻ യുദ്ധം തുടങ്ങുമ്പോഴത്തേതിലും ശക്തമായോ? ശരിക്കും വെടിനിർത്തൽ ഇറാൻ അനുഗ്രഹമായി മാറിയോ? ഈ വീണ് കിടന്നവൻ വാലിൽ കുത്തി എഴുന്നേറ്റു എന്നൊരു നാടൻ പ്രയോഗമുണ്ട്. അതാണോ ഇറാനിൽ കാണുന്നത്? ഇറാനെ നിലംപരിശാക്കി, താറുമാറാക്കി, പൊടിച്ചു ഭസ്മമാക്കി എന്നൊക്കെയായിരുന്നു അമേരിക്കൻ ക്ലെയിം. നശിപ്പിച്ചു എന്ന് അമേരിക്ക ക്ലെയിം ചെയ്യുന്ന മിസൈൽ സിറ്റികൾ വീണ്ടും ജീവൻ വെച്ചു എന്നാണ് ഇപ്പോഴത്തെ റിപ്പോർട്ടുകൾ. പെട്ടെന്നാണ് റിപ്പയർഡ് നടക്കുന്നത്. അത് ഇറാൻ ഇത് കരുതിയിരുന്നു എന്ന് വേണം കരുതാൻ. ആദ്യത്തെ മൂവോ ഗംഭീര മൂവാണ്, ഒരു സ്ട്രാറ്റജിക് മൂവാണ്. ഇറാൻ്റെ ടോപ്പ് ലീഡർഷിപ്പ് മുഴുവൻ വധിക്കപ്പെട്ടിട്ട് പോലും ആദ്യ നിമിഷങ്ങളിൽ തന്നെ ഫെബ്രുവരി മാസം 28-ാം തീയതി ഇറാൻ്റെ ടോപ്പ് അയത്തുള്ള അലി ഖുമേനി ഉൾപ്പെടെ ടോപ്പ് മുഴുവൻ പോയി. റിലീജിയസ് ലീഡർഷിപ്പ് ആൻഡ് അതർ സൈനിക നേതൃത്വം, IRGCയുടെ തലപ്പത്തുള്ളവർ എല്ലാം തന്നെ പെട്ടെന്ന് പോയി. അതോടെ തീർന്നു എന്നാണ് വിചാരിച്ചത്. പക്ഷേ അതിന് മുൻപ് തന്നെ ഇത് ഇറാൻ അത് ഭയപ്പെട്ടിരുന്നു. അതിനർത്ഥം ഈ ഒരുപാട് ഡമ്മികളെ പലയിടത്തും വിന്യസിച്ചിരുന്നു. മിസൈൽ ലോഞ്ച് പാഡിൻ്റെ രൂപത്തിൽ ഡമ്മികൾ, അല്ലെങ്കിൽ വിക്ഷേപണ തറകളുടെ രൂപത്തിൽ ഡമ്മികൾ, റേഡാർ കേന്ദ്രങ്ങളുടെ ഡമ്മികൾ, ഇതെല്ലാം വെറും കടലാസ് സംഭവങ്ങളായിരുന്നു. കാർഡ്ബോർഡും കടലാസും മറ്റേ ക്യാമഫ്ലാഷ് ആയിരുന്നു. അതോടൊപ്പം തന്നെ ഈ 31 പ്രവിശ്യകളിലും, ഇറാന് 31 സംസ്ഥാനങ്ങൾ അല്ലെങ്കിൽ പ്രവിശ്യകളാണുള്ളത്. അവിടെ എല്ലാം തന്നെ ഓരോരോ കമാൻഡ്
സെൻറ്റേഴ്സ് സ്ഥാപിച്ചു. അപ്പോൾ സെൻട്രൽ കമാൻഡ് നഷ്ടപ്പെട്ടാലും ശരി, എല്ലാവരെയും 31 രാജ്യങ്ങൾ എന്ന രീതിയിലാണ് അമേരിക്ക, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക 50 രാജ്യങ്ങൾ, അല്ലെങ്കിൽ 50 സ്വതന്ത്ര സംസ്ഥാനങ്ങൾ, അല്ലെങ്കിൽ ഒരു കോൺഫെഡറസി, പിന്നീട് ഒരു ഫെഡറേഷനായി എന്ന് പറയുന്നു. ഇറാൻ ഒരു ഫെഡറൽ കാഴ്ചപ്പാടിൽ കാര്യങ്ങൾ ചെയ്തു. അങ്ങനെ ചെയ്യുമെന്ന് അമേരിക്ക ഒട്ടും പ്രതീക്ഷിച്ചില്ല, അത് മുൻകൂട്ടി ഒട്ട് കണ്ടതുമില്ല. അതുകൊണ്ടാണ് ഏതെങ്കിലും ഒരു ഭാഗത്ത് ആക്രമണം ഉണ്ടാകുമ്പോഴും മറ്റൊരു ഭാഗം ഉയർന്നു നിൽക്കുകയും അവരാക്രമണം ഏറ്റെടുക്കുകയും ഒക്കെ ചെയ്യുന്നത്. ഒരു റിലേ റേസ് പോലെയാണ്. ഒരു ആൾ ഓടിത്തീർത്ത് അടുത്ത ആളിലേക്ക് കൊടുക്കുന്നു, അയാൾ പോകുന്നു. അല്ലെങ്കിൽ ഇതൊരു ടീം വർക്കാണ്. ഇറാൻ ഉള്ളിൽ ഒരു ടീം വർക്ക്, പ്രതിരോധത്തിൻ്റെ ഒരു ടീം വർക്ക്, ആക്രമണത്തിന് വേണ്ടി മാത്രമല്ല, പ്രതിരോധ ടീം വർക്കും ആക്രമണ ടീം വർക്കും പ്രത്യാക്രമണ ടീം വർക്കും അവിടെ നടന്നു. അത് അമേരിക്ക പ്രതീക്ഷിച്ചില്ല. അത് മാത്രമല്ല, ഈ ഡമ്മികളെയാണ് പലതും. എന്നിട്ട് എത്ര മനോഹരം ആ ദൃശ്യം, എല്ലാം ഒബ്ലിറ്ററേറ്റഡ് ആകുന്ന ദൃശ്യങ്ങൾ, സാറ്റലൈറ്റ് ദൃശ്യങ്ങളൊക്കെ പകർത്തി അത് വെച്ച് ആഘോഷിച്ചു അമേരിക്ക. പക്ഷെ നഷ്ടപ്പെട്ടതിലേറെയും ഡമ്മികളായിരുന്നു. യഥാർത്ഥത്തിലുള്ള മിസൈലുകൾ അളയിലിരിക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ മിനുക്കി ഈ ഒളിപ്പിച്ച് വെച്ചവനല്ലേ അറിയൂ എവിടെയാണ് ഒളിപ്പിച്ചതെന്ന്. അത് ചാരക്കണ്ണിന് കുറേയൊക്കെ കണ്ടെത്താനാവും. ഇറാൻ ഒളിപ്പിച്ച് വെച്ച മിസൈലുകൾ ഇപ്പോഴുമുണ്ട്. അതെടുത്ത് ചിലതൊക്കെ പ്രയോഗിക്കുന്നുമുണ്ട് ഇപ്പോൾ. അതുകൊണ്ട് ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനം പൂർണ്ണമായി തകർന്നു. അത് ശരിയല്ല. ഇറാന്റെ മിസൈൽ ശേഖരം പൂർണ്ണമായി തീർന്നു കഴിഞ്ഞു. ഇനി അവർക്ക് ആക്രമിക്കാനാവില്ല. ശരിയല്ല. കരയുദ്ധത്തിലേക്ക് പ്രവേശിക്കാൻ സമയമായി. അവർക്ക് പ്രതിരോധിക്കാനാവില്ല. അതും ശരിയല്ല. ടാങ്ക് വേദ മിസൈലുകൾ ഒന്നും തന്നെ ഉപയോഗിച്ചില്ലല്ലോ. ഒരു ടാങ്ക് ഇറാന്റെ മണ്ണിലേക്ക് കയറിയില്ലല്ലോ. അമേരിക്കയുടെ കരസേന ഇറാനിലേക്ക് പ്രവേശിച്ചില്ല. ഇസ്രായേലിന്റെ കരസേനയും പ്രവേശിച്ചിട്ടില്ല. അതിനർത്ഥം ഇറാൻ ഈസ് ഓൾമോസ്റ്റ് ഇൻടാക്ട്. മിലിറ്ററിസ്റ്റിക്കലി ഡാമേജ് ഉണ്ടായി. സിവിൽ ഇൻഫ്രാസ്ട്രക്ചറിന് ഡാമേജ് ഉണ്ടായി. മിലിറ്ററി ഹാർഡ്വെയർ പലതും നശിച്ചു. ഇതിനെയൊന്നും കുറച്ച് കാണുന്നതല്ല, നശിച്ചിട്ടുണ്ട്. രണ്ട് ഭാഗത്തും നാശനഷ്ടങ്ങളുണ്ടായി. ഇറാന്റെ ഭാഗത്തുണ്ടായ നാശനഷ്ടങ്ങൾ വലുതാണ്, സംശയമൊന്നുമില്ല. അതൊക്കെ സാറ്റലൈറ്റ് പിക്ചേഴ്സ് എല്ലാം ഡമ്മിയൊന്നുമല്ല കേട്ടോ. പക്ഷേ ഒരുപാട് കേപ്പബിലിറ്റി ഒളിപ്പിച്ച് വെച്ചത് ഇപ്പോൾ ശരിയാക്കുന്നു. നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതിയത് പലതും റിപ്പയർ ചെയ്തെടുക്കാൻ കഴിയുന്നുണ്ട്. അമേരിക്കയിലൊക്കെ ഒരു ആയുധം നഷ്ടപ്പെട്ടാൽ അത് പോയി ഡിസ്കാർഡ് ചെയ്യുന്നു. യൂസ് ആൻഡ് ത്രോ ആണ് കൾച്ചർ. ഇറാൻ്റെ അങ്ങനെയല്ല. നഷ്ടപ്പെടും, പരിക്ക് പറ്റും, ആയുധങ്ങൾക്ക് ഏപ്പ് തിരിയും. ഇതൊക്കെ അറിയാവുന്നത് കൊണ്ട് ഇതെല്ലാം പെട്ടെന്ന് 1.5 മാസം സമയം. ഇതാണ് റീകൂപ്പറേറ്റിംഗ് ടൈം. ഞാനൊരു സംഭവ രീതി ഒന്ന് വിശദീകരിച്ചോട്ടെ. കേപ്പ് ഗുഡ് ഹോപ്പ് ചുറ്റി പോർച്ചുഗീസുകാരും ഫ്രഞ്ചുകാരും ഡച്ചുകാരും ഒക്കെ ഏഷ്യയിലേക്ക്, ആഫ്രിക്ക മുനമ്പ് ചുറ്റി 15, 16, 17 നൂറ്റാണ്ടുകളിൽ ഇങ്ങനെ വരുമായിരുന്നല്ലോ. ഇപ്പം കേപ്പ് ടൗണിൽ അവരൊന്ന് ഇറങ്ങും. സൗത്ത് ആഫ്രിക്കയുടെ ഇങ്ങനെയൊക്കെ കേപ്പിൽ ഒന്ന് ഇറങ്ങും. എന്തിനാ? അവിടെ ചെന്ന് ഈ സ്കർവിയും ബെറിയും തൊലിപ്പുറത്ത് അങ്ങ് ചുരുങ്ങി ആകെ അങ്ങ് സായിപ്പ് അങ്ങ് കോലം കെടും. ഈ പടിഞ്ഞാറൻ യൂറോപ്പിലെ അല്ലെ പശ്ചിമ യൂറോപ്പിലെ സായിപ്പുമാർ ആകെ വശം കെടും. കപ്പൽ യാത്ര അതുപോലെ ദുർഘടമാണ്. അവരങ്ങോട്ട് ഇറങ്ങി മത്തങ്ങായും പടവലങ്ങായും വെള്ളരിക്കായും പച്ചക്കറിയും ഒക്കെ കൃഷി ചെയ്ത്, അവിടെ പെട്ടെന്ന് കൃഷി ചെയ്യാവുന്ന കാര്യങ്ങൾ ഒക്കെ കൃഷി ചെയ്ത് റെഡിയാക്കി അവരൊക്കെ കഴിച്ച് ആരോഗ്യമൊക്കെ വീണ്ടെടുത്ത് നല്ല ആഹാരമൊക്കെ കഴിച്ച് എന്നിട്ട് യാത്ര തുടരും. അപ്പോൾ അതൊരു ബ്രീതിങ് സ്പേസാണ്. അതൊരു ചെറിയ കാലഘട്ടമാണ്. ഏതാനും മാസങ്ങൾ അവിടെ തങ്ങും. അങ്ങനെയാണ് അവിടെ കേപ്പ് ടൗണൊക്കെ ഉണ്ടായി വന്നത്. സൗത്ത് ആഫ്രിക്കയിൽ അവസാനം കോളനിയൊക്കെ മാറിയതൊക്കെ കൊണ്ടാണ്. അതുപോലെ വെടിനിർത്തി 1.5 മാസമായി. ആ സമയം കഠിനാധ്വാനം ചെയ്യുകയായിരുന്നു ഇറാൻ എന്ന് വേണം കരുതാൻ. എല്ലാ ആയുധങ്ങൾക്കും മൂർച്ച വരുത്തി പുതിയ ഡ്രോണുകൾ നിർമ്മിച്ചു ഈ സമയത്തിനുള്ളിൽ. അല്ലെങ്കിൽ ഘടകങ്ങൾ ഉണ്ടായിരുന്നത് വെച്ച് അസംബിൾ ചെയ്തു. എന്നിട്ടെല്ലാം പ്രതിരോധ സജ്ജമാക്കി, ആക്രമണ സജ്ജമാക്കി, 2ാം വേവ് ഓഫ് അറ്റാക്ക് അല്ലെങ്കിൽ ഫർദർ വേവ്സ് ഓഫ് അറ്റാക്ക് അവർ പ്രതീക്ഷിക്കുന്നു. കാരണം അമേരിക്കയെ വിശ്വസിക്കാതിരിക്കാൻ പഠിച്ചു ഇറാൻ. അതായത് ചർച്ചയ്ക്കിടയിൽ പെട്ടെന്ന് കാലുമാറും, പെട്ടെന്ന് ആക്രമണം ഉണ്ടാകും. അത് ഇറാനും മനസ്സിലാക്കി. അമേരിക്കയുടെ തന്ത്രങ്ങൾ, ഇസ്രായേലിൻ്റെ തന്ത്രങ്ങൾ, ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഇറാൻ മനസ്സിലാക്കി എന്നതാണ് ഞാനിപ്പോൾ ഇതിൽ നിന്നും വായിച്ചെടുക്കാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് നഷ്ടപ്പെട്ടു എന്നൊക്കെ പറയുന്നത്. ഏറെ നഷ്ടപ്പെട്ടു, പക്ഷേ ഡൗൺ ബട്ട് നോട്ട് ഔട്ട്. ഏറെ പണിപ്പെടേണ്ടി വരും പൂർണ്ണമായി ഇറാന്റെ പ്രതിരോധത്തെ മറികടക്കാൻ, പൂർണ്ണമായി ആയുധ സന്നാഹത്തെ മറികടക്കാൻ. ഈ ആണവ സാങ്കേതിക വിദ്യ പോലും അല്ലെങ്കിൽ ആണവ സന്നാഹങ്ങൾ പോലും പൂർണ്ണമായി അവസാനിപ്പിക്കാൻ ചർച്ചകളിലൂടെ മാത്രമേ കഴിയൂ. ബലപ്രയോഗത്തിലൂടെ ഇത് കഴിയില്ല എന്ന് 10ാമത്തെ ആവർത്തിയും ഞാൻ പറയുന്നു. അത് ആണ് സത്യം. എന്തായാലും വളരെയധികം നന്ദി ഡോക്ടർ മോഹൻ വർഗീസ്. യുദ്ധം എങ്ങനെയെങ്കിലും നിർത്തിയേ മതിയാകൂ എന്ന അവസ്ഥയിൽ എത്തിയിരിക്കുകയാണ് ട്രംപ്. ഈ വെടിനിർത്തൽ കാലാവധിയിൽ ഇറാൻ തങ്ങളുടെ ആയുധങ്ങളെല്ലാം മിനുക്കിയെടുത്തു എന്നാണ് പ്രതിരോധ വിദഗ്ധരും പറയുന്നത്. അതുകൊണ്ട് തന്നെ
എന്താണ് ഇനി പശ്ചിമേഷ്യയിൽ നടക്കുക എന്നത് കണ്ടറിയുക തന്നെ ചെയ്യണം.